5 വർഷം ഈ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിന് ഒരു മന്ത്രിയെ ലഭിക്കുന്നത്. ഈ കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ട് ഇന്ന് വരെ ഒരു മന്ത്രിയെ ലഭിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയെ ലഭിച്ചത്. ആ മന്ത്രിയെ ലഭിക്കുന്ന സമയത്ത് ഈ മണ്ഡലത്തിൽ യഥാർത്ഥമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആൾക്കാരെ പറ്റിക്കുന്ന തരത്തില്, കണ്ണിപ്പൊടിയിടുന്ന തരത്തില് റോഡിൽ കുഴിയടച്ചു എന്ന് പറയുന്നതിനപ്പുറത്തേക്കുള്ള യാതൊരു വികസന പ്രവർത്തനവും നമ്മുടെ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഈ മന്ത്രി എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടിന്റെ നഷ്ടമാണ്. ഒരു നൂറ്റാണ്ടിന്റെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി 10-30 വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഈ മണ്ഡലത്തിന് ഒരു മന്ത്രിയെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധ്യത ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും വലിയൊരു ജംഗ്ഷനാണ്. നിങ്ങൾ നോക്കണം, ഈ സിഗ്നൽ വർക്ക് ചെയ്തിട്ട് എത്ര വർഷമായി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ സിഗ്നൽ വർക്ക് ചെയ്തിട്ട് എത്ര വർഷമായി എന്നുള്ള കാര്യം നിങ്ങൾ മന്ത്രിയോടാണ് ചോദിക്കേണ്ടുന്നത്. നിങ്ങൾ മന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം ഇതുപോലും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ ജംഗ്ഷനെ ഈ അവസ്ഥയിലാണ് അദ്ദേഹം നിലനിർത്തിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് വികസനം അദ്ദേഹം ഈ മണ്ഡലത്തിൽ ചെയ്തു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയേണ്ടുന്നത്. അദ്ദേഹം എന്താണ് ഒരു ദീർഘവീക്ഷണവും ഇല്ലാണ്ട് ഏതെങ്കിലുമൊക്കെ റോഡിന്റെ ഒരു പണി തീർത്തു എന്നുള്ളതോ അല്ല തെരഞ്ഞെടുപ്പിന്റെ 3 ദിവസം ഉള്ളപ്പോ ബസ് റൂട്ട് തുടങ്ങി എന്നുള്ളതോ അല്ല ഈ നാട്ടിലെ വികസനം ആഗ്രഹിക്കുന്നത്. ഈ നാട്ടിലെ വികസനം എന്ന് പറഞ്ഞാൽ ദീർഘവീക്ഷണത്തോടു കൂടി ഉണ്ടാകേണ്ടുന്ന ഒന്നായിരുന്നു. പോത്തങ്കോട് പ്രദേശത്തിന്റെ, പോത്തങ്കോട് പഞ്ചായത്തിന്റെ, നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് മേലാണ് അദ്ദേഹം 5 വർഷം ഒന്നും ചെയ്യാതെ അടയിരുന്നത്. അതിന്റെ ജീവിച്ചിരിക്കുന്ന സ്മാരകമാണ് ഈ പറയുന്ന ട്രാഫിക് സിഗ്നൽ എന്ന് പറയുന്നത്.